ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? കാർഡിയാക് അറസ്റ്റ് 41, പിന്നെ 42 CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. നെക്സ്റ്റ് വൺ ആയിരുന്നു CAD, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, കൊറോണറി ആർട്ടറി ഡിസീസ്. ആൻഡ് CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ദെൻ സ്മോൾ ലെറ്റേഴ്സ് CC എന്താ? ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ദെൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് CC എന്താണ്? ചീഫ് കംപ്ലൈന്റ്. ദെൻ CCU കൊറോണറി കെയർ യൂണിറ്റ് ആണ്. ഓക്കെ, CCUവിന്റെ എക്സ്പാൻഷൻ ആണ്, എക്സ്പാൻഡഡ് ഫോം ആണ് കൊറോണറി കെയർ യൂണിറ്റ്. ദെൻ CHF കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, CHF കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ദെൻ CL എന്താ? CL ക്ലോറൈഡിന്റെ ഷോർട്ട് ഫോം ആണ്, അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് CL എന്ന് പറയുന്നത്. ദെൻ CM സെന്റിമീറ്റർ, CM സെന്റിമീറ്റർ. Then CM cube, cubic centimeter. Okay, cubic centimeter. Then 52 CNS, note ചെയ്തോളൂ, ഇമ്പോർട്ടന്റ് ആണ്. CNS സെൻട്രൽ നെർവ് സിസ്റ്റം, കേന്ദ്ര നാഡീവ്യൂഹം എന്നൊക്കെ പറയില്ല, അതാണ് സെൻട്രൽ നെർവ് സിസ്റ്റം, CNS. സോ ഈ പേജിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 30 വരുന്നുണ്ട്, 30, 34, 34, 37, 41, 42, 43 ആൻഡ് 52, 52. ക്ലിയർ ആണോ? 30, 34, 37, 41, 42, 43 ആൻഡ് 52. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തോളൂ. ദിസ് പേജ് ഓൺവേർഡ്സ് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് പറയുന്നത് കേട്ടോ. ബാക്കി ജസ്റ്റ് എന്താണ്? സിമ്പിൾ ആണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്ത് അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് വായിച്ചാൽ മാത്രം മതി. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ടേം കണ്ടാൽ അതിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്താണെന്ന്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മസ്റ്റ് ആയിട്ടും എക്സാമിന് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? ശരിക്കും നല്ല രീതിയിൽ പഠിച്ചിരിക്കണം, അതിന്റെ അബ്രീവിയേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ മീനിങ് ആണെങ്കിലും. ഓക്കെ, അപ്പൊ ഈ പേജിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് 55, 55. CO2 എന്താ? CO2 എന്താ? കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, CO2 കാർബൺ ഡയോക്സൈഡ്. 55. ആൻഡ് നെക്സ്റ്റ് വൺ 56, 56. കോൾഡ്, COLD, കോൾഡ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ആണ്. ഓക്കെ, കോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എക്സ്പാൻഷൻ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. ഓക്കെ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ആണ് കോൾഡ്. ആൻഡ് നെക്സ്റ്റ് വൺ 57, COPD, COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസിന്റെ ഷോർട്ട് ഫോം ആണ്, അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് COPD എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ 65, 65. CVP, CVP സെൻട്രൽ വെനസ് പ്രഷർ. ഓക്കെ, സെൻട്രൽ വെനസ് പ്രഷർ. പക്ഷെ സിരകൾക്ക് ഉണ്ടാകുന്ന ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ സിരകളിൽ വെനസിന് ഉണ്ടാകുന്ന എന്താണ്? പ്രഷർ ആണ്. ഓക്കെ, അതിനെയാണ് സെൻട്രൽ വെനസ് പ്രഷർ എന്ന് പറയുന്നത്, CVP. CVP സെൻട്രൽ വെനസ് പ്രഷർ. ആൻഡ് 67, 67. D&C, D&C ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റേജ്. ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? വുമൺസിന്റെ യൂട്രസിൽ നിന്നും സെല്ലുകൾ, ടിഷ്യൂസിനെ നീക്കം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് D&C എന്ന് പറയുന്നത്. ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, D&C ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റേജ്. ആൻഡ് 72, DOA, 72, DOA ഡെഡ് ഓൺ അറൈവൽ. എന്താണ്? ഒരു വ്യക്തി, ഒരു പേഷ്യന്റ് അറൈവൽ ആ സമയത്തിന് എന്താണ്? ഡെഡ് ആയിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അതിനെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ ആണ് DOA, ഡെഡ് ഓൺ അറൈവൽ.
ആൻഡ് 74 74 DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. ഓക്കെ, ഡയറക്ടർ ഓഫ് നഴ്സിംഗിന്റെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് DON എന്ന് പറയുന്നത്. 74. സോ ഈ പേജിൽ നോക്കിക്കോളൂ. 55 55 56 57 ദെൻ 65 67 72 74. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തോളൂ. $75 75 $75 DOS dead on scene എന്ന് പറഞ്ഞാൽ എന്താ? അപകട സ്ഥലത്ത് തന്നെ എന്താണ് ആക്സിഡന്റ് ആയ അല്ലെങ്കിൽ അപകട സ്ഥലത്ത് തന്നെ ആ വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. അതിനെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ ആണ് DOS എന്ന് പറയുന്നത്. DOS ഡെഡ് ഓൺ സീൻ. നെക്സ്റ്റ് വൺ 76 76 DPT എന്താ? ഡിഫ്തീരിയ, പെർട്ടസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. ഒരു വാക്സിൻ ആണ് DPT. ഓക്കെ, ഏതൊക്കെയാണ്? ഡിഫ്തീരിയ, പെർട്ടസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. ഓക്കെ, DPT ആ ഓർഡറിൽ തന്നെ എഴുതണം. ക്ലിയർ ആണല്ലോ? ഡിഫ്തീരിയ, പെർട്ടസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. D എന്താണ്, P എന്താണ്, T എന്താണ്, ആ ഓർഡറിൽ തന്നെ എഴുതിയിരിക്കണം. ആൻഡ് 79 DTP. അതെങ്ങനെയാ? അതിന്റെ ഓർഡർ വരുന്നത് എന്താ? ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് പെർട്ടസിസ് വാക്സിൻ. ഓക്കെ, DTP ചോദിക്കുമ്പോഴും അത് ആ ഓർഡറിൽ തന്നെ, ആ ലെറ്റേഴ്സിന്റെ ഓർഡറിൽ തന്നെ എഴുതുക. സോ നെക്സ്റ്റ് വൺ ആണ് 80 DTS delirium tremens DTS delirium tremens എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അമിതമായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം എന്താണ് ഈ മദ്യപാനം നിർത്തുന്നു. ഓക്കെ, അതുമൂലം ഉണ്ടാകാവുന്ന ഹെൽത്ത് കണ്ടീഷൻസിനെയാണ് DTS എന്ന് പറയുന്നത്. ഓക്കെ, delirium tremens. ആൻഡ് 84 ECG എന്താ? ECG എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, ഇലക്ട്രോ കാർഡിയോഗ്രാം ECG. ദെൻ 89 89 സെയിം തന്നെയാണ് EKG ഇലക്ട്രോ കാർഡിയോഗ്രാം. സോ ഇലക്ട്രോ കാർഡിയോഗ്രാമിന് 2 അബ്രീവിയേഷൻ വരുന്നുണ്ട്. ഏതൊക്കെയാ? ECG അതേപോലെ തന്നെ EKG. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ ഏതാണ് തന്നിരിക്കുന്നത്? ആപ്റ്റ് ആയിട്ടുള്ളത് എടുത്തെഴുതുക. ECGയും അതെ, പിന്നെ ഏതാണ്? EKG ഇലക്ട്രോ കാർഡിയോഗ്രാം. ആൻഡ് നെക്സ്റ്റ് വൺ ET 92 92 ET എൻഡോട്രക്കിയൽ ട്യൂബ്. നമ്മുടെ വിൻ പൈപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ട്യൂബാണ് എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത്. ET. ഓക്കെ, എൻഡോട്രക്കിയൽ ട്യൂബ്. Then 96 96 ഡിഗ്രീസ് ഫാരൻഹീറ്റിനെ സൂചിപ്പിക്കുന്ന ഡിഗ്രിയാണ് F. ഓക്കെ, ഡിഗ്രീസ് ഫാരൻഹീറ്റ്. ഡിഗ്രിയുടെ സിമ്പൽ ഉണ്ട്, പിന്നെ എന്താണ്? F, ഒരു ലെറ്റർ ഉണ്ട്. അപ്പൊ എന്താണ്? ഡിഗ്രീസ് ഫാരൻഹീറ്റിനെ സൂചിപ്പിക്കുന്നു. സോ ഈ പേജിൽ വരുന്നത് 75 75 76 79 80 84 89 92 96. ക്ലിയർ ആണോ? പറയാം. 75 76 79 80 84 89 92 96. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ.
98 98 98. FBS FBS എന്താണ്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ടൈമിലെ ബ്ലഡ് ഷുഗർ. ഓക്കെ, FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ആൻഡ് 100 100 നോക്കിക്കോളൂ. FHR FHR ഫെറ്റൽ ഹാർട്ട് റേറ്റ്, ഫെറ്റലിന്റെ ഹാർട്ട് റേറ്റിനെ സൂചിപ്പിക്കുന്നതാണ് FHR. FHR. Then 104 104 104 FL FL ഫ്ലൂയിഡ്. ഓക്കെ, ഫ്ലൂയിഡ്. FL എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് 105 105 അതെ, അതും ഇമ്പോർട്ടന്റ് ആണ്. FLD അതും എന്താണ്? ഫ്ലൂയിഡിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഫ്ലൂയിഡിനെ സൂചിപ്പിക്കുന്ന അതിന്റെ അബ്രീവിയേഷൻ ഏതാണ്? FL ഉം വരാം, അതേപോലെ FLD യും വരാം. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ ഏതാണ് തന്നിരിക്കുന്നത് അതെടുത്ത് എഴുതുക. FL ആൻഡ് FLD ഫ്ലൂയിഡ്. നെക്സ്റ്റ് 109 109 GB GB ഗോൾ ബ്ലാഡർ, നമ്മുടെ പിത്താശയത്തെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ ആണ് GB, ഗോൾ ബ്ലാഡർ. GB ഗോൾ ബ്ലാഡർ. then 110 110 GI GI ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ, ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ, GI. നെക്സ്റ്റ് വൺ ആണ് 113 113 GSW GSW ഗൺ ഷോട്ട് വോൺസ്. എന്താണ്? മുറിവുണ്ടാകുന്നത് എങ്ങനെ? ഗൺ ഷോട്ട് വോൺസ് ആണ്. ഓക്കെ, ഗൺ ഷോട്ട് വോൺസ് GSW. then 117 117 GYN GYN ഗൈനക്കോളജി. ഓക്കെ, ഗൈനക്കോളജിയുടെ ഷോർട്ട് ഫോം ആണ് അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് GYN എന്ന് പറയുന്നത്. GYN ഗൈനക്കോളജി. നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ 98 100 104 105 109 110 113 117. ക്ലിയർ ആണോ? 98 100 104 105 109 110 113 ആൻഡ് 117. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 122 122 H and P H and P എന്താണ്? ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കലിനെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ ആണ് H and P എന്ന് പറയുന്നത്. then 123 123 H bar A H A എന്താ? ഹെഡ് ഏക്കിനെ സൂചിപ്പിക്കുന്നു. HA ഹെഡ് ഏക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് 124 124 HB HB എന്താ? HB ഹീമോഗ്ലോബിൻ. എന്താണ്? ഹീമോഗ്ലോബിനെ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഷോർട്ട് ഫോം ആണ് അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് HB എന്ന് പറയുന്നത്. നെക്സ്റ്റ് 127 127 127 HGB HGB അതും എന്താണ്? ഹീമോഗ്ലോബിൻ തന്നെയാണ്. HGB ഹീമോഗ്ലോബിൻ. സോ ഹീമോഗ്ലോബിന് രണ്ട് അബ്രീവിയേഷൻ വരുന്നുണ്ട്, HB യും ഉണ്ട്, അതേപോലെ തന്നെ HGB യും വരുന്നുണ്ട്. സോ ഓപ്ഷനിൽ ഏതാണ് അതെടുത്ത് എഴുതുക. HB ആൻഡ് HGB രണ്ടും എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. നെക്സ്റ്റ് 129 129 129 HIV എന്താ? HIV യുടെ എക്സ്പാൻഡഡ് ഫോം, എക്സ്പാൻഷൻ എന്താ? Human immunodeficiency virus. Human immunodeficiency virus. Okay, HIV human immunodeficiency virus. And next one 130 130 H2O എന്താ? H2O നമ്മൾ 10th ലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? H2O എന്താണ്? വാട്ടർ ആണ് അല്ലേ?
വാട്ടറിന്റെ ഷോർട്ട് ഫോം ആണ് അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് H2O എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് 135 135 HTN ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഹൈപ്പർ ടെൻഷന്റെ അബ്രീവിയേഷൻ ആണ് HTN, ഹൈപ്പർ ടെൻഷൻ. ദെൻ 141 141 ICU എന്താ ICU? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ദെൻ 142 142 IDDM എന്താ? ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെല്ലിറ്റ്സ്. ടൈപ്പ് 1 ഡയബറ്റിക്സ് ആണ് IDDM എന്ന് പറയുന്നത്. ഓക്കെ, IDDM ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെല്ലിറ്റ്സ്. ഓക്കെ, സോ ഈ പേജിൽ വരുന്നത് 122 122 123 124 127 129 130 135 141 142. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തോളൂ. 147 147 IV എന്താ? IV ഇൻട്രാവിനസ്. IV. ഓക്കെ, നെക്സ്റ്റ് 152 152 KUB. ഇതും എന്താണ്? ഓർഡർ, ആ ലെറ്റേഴ്സിന്റെ ഓർഡറിലായിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. KUB എന്താ? കിഡ്നീസ്, യൂട്രസ് ആൻഡ് ബ്ലാഡർ. ഓക്കെ, ആദ്യം K ആണ്, സോ കിഡ്നീസ്, ദെൻ U യൂട്രസ് ആൻഡ് B ബ്ലാഡർ. ഓക്കെ, കിഡ്നീസ്, യൂട്രസ് ആൻഡ് ബ്ലാഡർ. ഓക്കെ, നെക്സ്റ്റ് 153 153 KVO എന്താ? കീപ് വെയിൻ ഓപ്പൺ, കീപ് വെയിൻ ഓപ്പൺ. ദെൻ 161 161 LMP ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. ഓക്കെ, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് ആണ് LMP, അതിന്റെ അബ്രീവിയേഷൻ ആണ് LMP. ആൻഡ് 164 164 എന്താ? LPN ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സസിന്റെ അബ്രീവിയേഷൻ ആണ് LPN, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സസ്, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സസ്. ഓക്കെ, ഈ പേജിൽ നോക്കിക്കോളൂ. 147 147 152 153 161 ആൻഡ് 164 164. ഓക്കെ ആണോ? കിട്ടിയോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് എടുത്തോളൂ. 173 MAP മീൻ ആർട്ടറിയൽ പ്രഷർ ആണ്, ആർട്ടറിക്ക് ഉണ്ടാവുന്ന പ്രഷർ ആണ് മീൻ ആർട്ടറിയൽ പ്രഷർ. MAP മീൻ ആർട്ടറിയൽ പ്രഷർ. ദെൻ 174 174 MCG എന്താ? മൈക്രോഗ്രാമിനെയാണ് സൂചിപ്പിക്കുന്നത്. MCG മൈക്രോഗ്രാം, MCG മൈക്രോഗ്രാം. ദെൻ 175 175 MCL മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലിഡ്. മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലിഡ്. ഹൃദയത്തിന്റെ എന്താണ് ഫങ്ഷൻസ് ഒബ്സർവ് ചെയ്യുന്ന ECG ഉണ്ട് അല്ലെ, അതിന്റെ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് MCL എന്ന് പറയുന്നത്. മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. ദെൻ 179 MICU എന്താ? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. MICU മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ദെൻ 184 184 MRI
മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. Then 187 187 MVA, MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്, മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റിനെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ ആണ് MVA. Then 188 188 MVC, MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷ്, മോട്ടോർ വെഹിക്കിൾ ക്രാഷ്, MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, സോ ഈ പേജിൽ നോക്കിക്കോളൂ. 173 173 174 175 179 184 187 188. ഓക്കെ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് എടുത്തോളൂ. 192 192 192 NA, NA മീൻസ് എന്താ? അതിന്റെ എക്സ്പാൻഷൻ ആണ് നോട്ട് ആപ്ലിക്കബിൾ. NA നോട്ട് ആപ്ലിക്കബിൾ, നോട്ട് ആപ്ലിക്കബിൾ. Then 193 193 NaCl, എന്താ NaCl? സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്, അതിന്റെ അബ്രീവിയേഷൻ ആണ് NaCl, NaCl സോഡിയം ക്ലോറൈഡ്. Then 196 196 196 NC നേസൽ കാനുല. ഓക്കെ, NC നേസൽ കാനുല പേഷ്യൻസിന് എന്താണ്? ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് നേസൽ കാനുല എന്ന് പറയുന്നത്. ഓക്കെ, NC നേസൽ കാനുല. Then 198 198 NICU, എന്താ NICU? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. NICU നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Then 207 207 NV, NV എന്താ? ന്യൂസിയ ആൻഡ് വൊമിറ്റിങ്ങിനെ സൂചിപ്പിക്കുന്നു. ഒക്കാനവും അതേപോലെ വൊമിറ്റിങ്ങും ഛർദിയെയും സൂചിപ്പിക്കുന്നതാണ് NV, ന്യൂസിയ ആൻഡ് വൊമിറ്റിംഗ്, NV. നെക്സ്റ്റ് 210 210 O2, എന്താ O2? ഓക്സിജൻ. ഓക്കെ, O2 ഓക്സിജൻ. സോ ഈ പേജിൽ വരുന്നതാണ് 192 192 193 196 198 207 210. ക്ലിയർ ആണോ? 210. നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 212 212 OBS, OBS ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം. ഓക്കെ, ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം അതിന്റെ ഷോർട്ട് ഫോം ആണ്, അബ്രീവിയേഷൻ ആണ് OBS എന്ന് പറയുന്നത്, ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം. ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടേം കൂടിയാണ് കേട്ടോ. നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനെ ബാധിക്കുന്ന അസുഖങ്ങൾ, സ്ട്രോക്ക് ആവാം, ട്രോമ, ഓക്കെ, അതിന് പറയുന്നതാണ് OBS, ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം. The next one 214 214 OP, എന്താ OP? ഔട്ട് പേഷ്യന്റ്. ഔട്ട്പേഷ്യന്റ്, OP ഔട്ട്പേഷ്യന്റ്. Then 216 216 OR എന്താ? OR ഓപ്പറേഷൻ. ഓപ്പറേറ്റിംഗ് റൂം. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം, OR ഓപ്പറേറ്റിംഗ് റൂം. Then 224 224 224 PE, PE പൾമിനറി എംബോളിസം, അതേപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ. രണ്ടിന്റെയും ഷോർട്ട് ടൈം എന്താ? ഷോർട്ട് ഫോം എന്ന് പറയുന്നത് PE തന്നെയാണ്, പൾമിനറി എംബോളിസം അതേപോലെ ഫിസിക്കൽ എക്സാമിനേഷൻ, PE. Then 227 227 എന്താ? PED,
PED അതെന്താ? Pediatrics. Pediatrics. പീഡിയാട്രിക്സ്. ഓക്കെ, PED പീഡിയാട്രിക്സ്. സോ ഈ പേജിൽ വരുന്നത് 212 വരുന്നുണ്ട്, 214, 216, 224, 227. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് പേജ് 240, 240. PT രണ്ടും സ്മോൾ ലെറ്റേഴ്സ് ആണ്. PT എന്താണ്? പേഷ്യന്റ്. ഓക്കെ, PT പേഷ്യന്റ് സ്മോൾ ലെറ്റേഴ്സ് ആണ്, അത് ശ്രദ്ധിക്കണം. PT പേഷ്യന്റ്. നെക്സ്റ്റ് വൺ നോക്കിയേ, 241, 241. അതെന്താ? അതും PT തന്നെയാണ്, പക്ഷെ എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഓക്കെ, PT അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? ഫിസിക്കൽ തെറാപ്പി. ഓക്കെ, ഫിസിക്കൽ തെറാപ്പി. സോ സ്മോൾ ലെറ്റേഴ്സ് PT ആണെങ്കിൽ അത് പേഷ്യന്റ് ആണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ അത് ഫിസിക്കൽ തെറാപ്പി എന്നാണ് മീൻ ചെയ്യുന്നത്. ഫിസിക്കൽ തെറാപ്പി. ആൻഡ് 242 നെക്സ്റ്റ് വൺ ആണ് 242. 242 PTA എന്താ? പ്രിയർ ടു അഡ്മിഷൻ. ഒരു മീനിങ് ആണ്, അഡ്മിഷന് മുൻപ്. പ്രിയർ ടു അഡ്മിഷൻ. മറ്റൊരു കേസ് എന്താ? പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്. പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ് ബ്ലഡിന്റെ ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ്. ഓക്കെ, പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്. അതേപോലെ തന്നെ പ്രിയർ ടു അഡ്മിഷൻ. ഇത് രണ്ടിന്റെയും ഷോർട്ട് ഫോം ഒന്ന് തന്നെയാണ്. എന്താണ്? PTA എന്ന് പറയുന്നതാണ്. സോ ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കി അതെടുത്ത് എഴുതുക. PTA. നെക്സ്റ്റ് വൺ ആണ് 245, 245. PVD പെരിഫറൽ വാസ്കുലർ ഡിസീസ്. പെരിഫറൽ വാസ്കുലർ ഡിസീസ് നമ്മുടെ ബ്ലഡ് സെല്ലിനെ എന്താണ് ബാധിക്കുന്ന ഒരു കണ്ടീഷൻ ആണിത്. PVD പെരിഫറൽ വാസ്കുലർ ഡിസീസ്. പെരിഫറൽ വാസ്കുലർ ഡിസീസ്. ദെൻ 253, 253. RBC. എന്താ RBC? Red blood cell. Red blood cell. RBC red blood cell. Then 255, 255. RHD rheumatic heart disease. RHD. സോ ഈ പേജിൽ വരുന്നത് 240 വരുന്നുണ്ട്, 241, 242, 245, 253 ആൻഡ് 255. കിട്ടിയോ? 240, 41, 42, 45, 253 ആൻഡ് 55, 255. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 259, 259. 259. രജിസ്റ്റേർഡ് നേഴ്സ്. RN. ഓക്കെ, RN അതിന്റെ എക്സ്പാൻഷൻ ആണ് രജിസ്റ്റേർഡ് നേഴ്സ്. RN രജിസ്റ്റേർഡ് നേഴ്സ്. രജിസ്റ്റേർഡ് നേഴ്സ്. ദെൻ 261, 261. 261. ROM റേഞ്ച് ഓഫ് മോഷൻ. ഓക്കെ, ഒന്നല്ലെങ്കിൽ എന്താണ്? റേഞ്ച് ഓഫ് മോഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ്? റപ്ചർ ഓഫ് മെംബ്രെയിൻ ഉണ്ടാകുന്ന റപ്ചർ, വിള്ളലാകാം. ഓക്കെ, റേഞ്ച് ഓഫ് മോഷൻ അല്ലെങ്കിൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ. ROM. ദെൻ 264, 264. RX പ്രിസ്ക്രിപ്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിസ്ക്രിപ്ഷൻ. RX എന്താണ്? പ്രിസ്ക്രിപ്ഷന്റെ ഷോർട്ട് ഫോം ആണ്, അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് RX എന്ന് പറയുന്നത്. ദെൻ 267, 267. SICU സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. SICU സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ദെൻ 268,
68. SIDS. SIDS. Sudden infant death syndrome. Okay, sudden infant death syndrome. SIDS. Sudden infant death syndrome. Then 273. 273. S bar S. S വരുന്നുണ്ട്. എന്താ? സയൻസ് ആൻഡ് സിംറ്റംസിനെ സൂചിപ്പിക്കുന്നതാണ്. സയൻസ് ആൻഡ് സിംറ്റംസ്. സയൻസ് ആൻഡ് സിംറ്റംസ്. Then 275. 275. 275. STD. STD. Sexually transmitted disease. Okay, sexually transmitted disease ന്റെ short form ആണ് STD. STD. So ഈ പേജിൽ വരുന്നതാണ് 259, 261, 264, 267, 268, 273, 275. കിട്ടിയോ? 259, 261, 264, 267, 268, 273 ആൻഡ് 275. സോ നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 281. 281. TB. എന്താ TB? Tuberculosis. Tuberculosis. ട്യൂബർകുലോസിന്റെ അബ്രീവിയേഷൻ ആണ് TB എന്ന് പറയുന്നത്. TB. ഓക്കെ, നെക്സ്റ്റ് 282. 282. TBA. TBA. To be admitted എന്നാകാം, അല്ലെങ്കിൽ എന്താണ്? To be announced. Okay, to be admitted or to be announced. Then 283. 283. TBSP. TBSP. എന്താ? ടേബിൾ സ്പൂൺ. ഓക്കെ, 1 ടേബിൾ സ്പൂൺ എന്നൊക്കെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതാറില്ലേ, അതേപോലെ ടേബിൾ സ്പൂണിന്റെ അബ്രീവിയേഷൻ ആണ് TBSP. TBSP. ടേബിൾ സ്പൂൺ. Then 294. 294. 294. URI. URI. Upper respiratory infection. Upper respiratory infection. URI. Upper respiratory infection. Then 299. Okay, 299. 299. VS. എന്താ VS? Vital signs. വൈറ്റൽ സയൻസിന്റെ ഷോർട്ട് ഫോം ആണ് VS എന്ന് പറയുന്നത്. സോ VS, വൈറ്റൽ സയൻസ്. Then 301. 301. 301. WBC. WBC. എന്താ? White blood cell. White blood cell. Okay, WBC. White blood cell. Then 303. 303. Without. Okay, 303 എന്താ? Without. സോ ഈ പേജിൽ വരുന്നതാണ് 281, 282, 283, 294, 299, 301, 303. ഓക്കെ ആണോ? കിട്ടിയോ? സോ ലാസ്റ്റ് പേജ് 304. 304. WT. WT. weight. ഓക്കെ, WT യുടെ എക്സ്പാൻഷൻ ആണ് weight. WT. weight. Then 315. 315. 315. ആൽഫ. ഓക്കെ, ആൽഫയുടെ ഒരു സിമ്പൽ ആണ് ആൽഫ. ആൽഫ. Then 316. 316. 316. ബീറ്റ. ആൽഫ, ബീറ്റ, ഗാമ റേസുകൾ കേട്ടിട്ടില്ലേ? സോ 315 ആൽഫ, 316 316 ബീറ്റ. Then 324. എന്താ? 324. 324. ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പ് ആണ്. ചേഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. ചേഞ്ച്.
ഓക്കെ, അപ്പൊ ഈ സിമ്പിൾ തന്നാൽ എന്താണത്? ചേഞ്ച് എന്നാണ് അതിന്റെ മീനിങ്. ചേഞ്ച്. സോ ഇതോടുകൂടി എന്താണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആയത് വായിക്കാം, നിങ്ങൾ ശരിയാണെന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബ്രീവിയേഷൻ. ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. 5, 5, 7, 12, 16, 25, 27, 30, 34, 37, 41, 42, 43 ആൻഡ് 52. പ്ലീസ് മ്യൂട്ട് ചെയ്യൂ, ഈ ക്ലിയർ ആവില്ല എല്ലാവർക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് 55, CO2, 55, 56, 57, 65, 67, 72, 74. Then 75, 76, 79, 80, 84, 89, 92, 96, 98, 100, 104, 105, 109, 110, 113, 117, 122, 123, 124, 127, then 129, 130, 135, 141, 142. നെക്സ്റ്റ് വൺ 147, 152, 153, 161, 164. Then 173, 174, 175, 179, then 184, 187, 188, 192, 193, 196, 198, 207, 210. Then 212, 214, 216, 224, 227, 240, 241, 242, 245, 253, 255. Then 259, 261, 264, 267, 268, 268, 273, 275. Then 281, 281, 282, 283, 294, 299, 301, 303, then 304, 315, 316 and the last one 324. കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇതോടുകൂടി ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ അബ്രീവിയേഷന്റെ MCQ ഞാൻ ഇന്ന് തന്നെ അയച്ചേക്കാം. സോ ഇതിൽ മെയിൻ ആയിട്ട് എന്താണ് നമ്മൾ ആദ്യം എന്തായിരുന്നു പഠിച്ചത്? മെഡിക്കൽ ടേംസ്, മെഡിക്കൽ ടെർമിനോളജി എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു മെഡിക്കൽ ടെർമിനോളജി?
എന്തായിരുന്നു മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെഡിക്കൽ വേർഡ്സിനെ ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെക്നോളജി. 211 തുടങ്ങി അത് കഴിഞ്ഞിട്ട് പറയാനാണോ പറഞ്ഞത്? ഓക്കെ, നോക്കിക്കോളൂ. ദെൻ 212, 214, 216, 216, 224, 227, ദെൻ 240, 241, 242, 245, 253, ദെൻ 255. മതിയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായിരുന്നു മെഡിക്കൽ ടെർമിനോളജി? എന്തായിരുന്നു? അതായത് മെഡിക്കൽ വർക്കേഴ്സ് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗ്രീക്കോ ലാറ്റിനോ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഇന്റർനാഷണൽ ലാംഗ്വേജിനെയാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്, റൂട്ട് വേർഡ് എന്താണ്, അബ്രീവിയേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രിഫിക്സ് എന്താ? ഒരു വേർഡിന്റെ ബിഫോർ ചേർക്കുന്നത്. എവിടെ ചേർക്കുന്നത്? ഒരു വേർഡിന്റെ ബിഗിനിങ്ങിൽ ചേർക്കുന്നതാണ് പ്രിഫിക്സ്. എൻഡിൽ ചേർക്കുന്നത് ഏതാ? സഫിക്സ്. സഫിക്സ് ആണ്. ഇനി റൂട്ട് വേർഡ് എന്താ? അതിന്റെ മെയിൻ പാർട്ട്. മെയിൻ പാർട്ടിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഇനി അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ഫോംസ് ആണ് അല്ലേ? സോ സ്റ്റൊമക് എന്ന് പറയുന്ന വേർഡിന്റെ പ്രിഫിക്സ് എന്താണ്? സ്റ്റൊമക്. നമ്മൾ സ്റ്റൊമക് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടേമിൽ എന്താ പറയുന്നത്? അബ്ഡമൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ജോയിന്റ് എന്നാണെങ്കിലോ ജോയിന്റ്, അതിന്റെ പ്രിഫിക്സ് എന്താ? ഓക്കെ, ദെൻ ബ്ലാഡർ. ബ്ലാഡർ എന്തായിരുന്നു? സിസ്റ്റ് എന്നാണ്. ഓക്കെ, സിസ്റ്റ് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ബ്ലാഡറിനെ സൂചിപ്പിക്കുന്നത്. ദെൻ ലിവറിനെ ആണെങ്കിലോ ലിവർ. സിമ്പിൾ അല്ലേ? ഏതാ ലിവർ? ആ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരുന്ന പെട്ടെന്ന്. ഹെപ്പറ്റ്. ഓക്കെ, ഹെപ്പറ്റ്. ഹെപ്പറ്റ് എന്ന് പറയുന്നതാണ് ലിവറിനെ പറയുന്നത്. ദെൻ ഗ്ലൈക്കോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താ? ഗ്ലൈക്കോ ഷുഗർ എന്നാണ്. വെരി ഗുഡ്. ദെൻ ഹൈഡ്രോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താ? ഹൈഡ്രോ വാട്ടർ. വാട്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ മൈക്രോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താ? മൈക്രോ ടൈനി. ടൈനി. മാക്രോ ആണെങ്കിലോ? മാക്രോ ആൻഡ് മൈക്രോ രണ്ടും എന്താണ്? ഓപ്പോസിറ്റ്സ് ആണ്. എന്താണ്? ബിഗിനെ സൂചിപ്പിക്കുന്നു, ഹ്യൂജിനെ സൂചിപ്പിക്കുന്നു. ദെൻ കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ഏതാ? കിഡ്നി. നെഫ്രോ. നെഫ്രോ. ഓക്കെ, വെരി ഗുഡ്. ദെൻ ബോണുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ബോൺ, റിലേറ്റിംഗ് ടു ബോൺ. ഓസ്റ്റിയോ. ഓക്കെ, ഓസ്റ്റിയോ. സൈക്കോ മീനിങ് എന്താ? സൈക്കോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താ? റിലേറ്റിംഗ് ടു മൈൻഡുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ദെൻ ഇനി സഫിക്സ് ആണോ? പെയിനുമായി ബന്ധപ്പെട്ട സഫിക്സ് ഏതാ? പെയിൻ. ആൽജിയ. ഓക്കെ. ഐറ്റിസ് എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് എന്താ? ഇൻഫ്ലമേഷൻ, സ്വെല്ലിംഗ്. സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ. ദെൻ ഫോബിയ. ഫിയർ. ഫിയറിനെ സൂചിപ്പിക്കുന്നു. ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട സഫിക്സ് ഏതാ? ന്യൂട്രീഷൻ. ഏതാ ന്യൂട്രീഷൻ? ട്രോഫിക്. ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടതാണ് ട്രോഫിക്. റൂട്ട് വേർഡ് നോക്കിക്കോളൂ. വാട്ടർ. വാട്ടറിന്റെ റൂട്ട് വേർഡ് ഏതാ? അക്വ. ഓക്കെ. കേൾവിയുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ഏതാ? ഓഡി. കാൾസിൻ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ?
ക്യാൻസറിനെ സൂചിപ്പിക്കുന്നതാണ്. ഫെബ്ര്, FEBR, ഫെബ്ര് എന്താ? ഫീവർ. ഫീവറിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് FEBR, ഫെബ് എന്ന് പറയുന്നത്. ഫെഡ് ആണെങ്കിലോ, ഫെഡിന് 2 മീനിങ് ഉണ്ട്. ചൈൽഡ് അല്ലെങ്കിൽ കൂട്ട്. കൂട്ട് അല്ലെങ്കിൽ ചൈൽഡ്. അപ്പോ ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം, അതെടുത്ത് എഴുതുക കറക്റ്റ് ആയിട്ടുള്ളത്. ദെൻ ക്യാവിറ്റി, ക്യാവിറ്റിയെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ഏതായിരിക്കാം? ക്യാവിറ്റി, അതേപോലെ ചാനൽ, ഹോളോ സ്പേസ് എന്നൊക്കെ പറയും. എന്തായിരിക്കാം? ഒരു അറ. ഏതാണ്? സ്റ്റോമ. അറ. ക്യാവിറ്റി, സൈനസ്. ഓക്കെ, സൈനസുമായി ബന്ധപ്പെട്ടതാണ്, മീനിങ് ആണ് ക്യാവിറ്റി എന്ന് പറയുന്നത്. സ്റ്റോമ എന്താ? നമ്മുടെ ടൈനി ഓപ്പണിംഗ് ആണ്. ബോഡി സർഫസിലുള്ള ടൈനി ഓപ്പണിംഗ്സിനെയാണ് സ്റ്റോമ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ടോക്സിക് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? ടോക്സിക്. ഓക്കെ, പോയിസണസ്. ദെൻ ABG, അതിന്റെ എക്സ്പാൻഷൻ എന്താ? ABG ബ്ലഡ് ഗ്യാസ്. എന്താണ്? ബ്ലഡ് ഗ്യാസ്. ദെൻ എയ്ഡ്സ് ആണെങ്കിലോ, AIDS, അക്യൂർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം. അക്യൂർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം. ARDS, acute respiratory distress syndrome. acute respiratory distress syndrome. Then CA, Cardiac arrest. capital letters ആണെങ്കിൽ cardiac arrest. Okay, then CNS എന്താ? CNS, central nervous system. central nerve system. Then CO2, അതെല്ലാവർക്കും അറിയാം. എന്താ CO2? Carbon dioxide. Then cold ന്റെ expanded form എന്താ? Expansion എന്താ? Cold, chronic obstructive lung disease. chronic obstructive lung disease. Then DON എന്താ? DON, director of nursing. director of nursing. Then DPT, diphtheria, ആ ഒരു വാക്സിൻ പറയുമ്പോൾ ആ ഓർഡറിൽ തന്നെ എഴുതുക. D എന്താണ്? P എന്താണ്? T. ഇനി DTP ആണെങ്കിൽ ആദ്യം D എഴുതുക, then T എഴുതുക, ലാസ്റ്റ് P എഴുതുക. ഓക്കെ. then ECG എന്താ? ECG electrocardiogram. ഇലക്ട്രോകാർഡിയോഗ്രാം. ECGയും അതേപോലെ EKGയും വരുന്നുണ്ട്. രണ്ടും സെയിം ആണ്. അപ്പൊ ഓപ്ഷനിൽ ഏതാ തന്നിരിക്കുന്നത് വെച്ചാൽ അതെടുത്ത് എഴുതുക. ET എന്താ? endotracheal tube. FHR എന്താ? FHR heart rate. then GYN, Gynecology. gynecology. HIV, Human immunodeficiency virus. Water. H2O, water ആണ്. ICU, Intensive care unit. intensive care unit. KUB, അതും ഓർഡറിൽ തന്നെ എഴുതുക. KUB എന്താ? Kidney, ureters, bladder. kidneys, uterus and bladder. Okay, then LMP എന്താ? Last menstrual period. last menstrual period. MITU എന്താ? Mobile MITU intensive care unit അല്ലെങ്കിൽ medical intensive care unit. MRI Magnetic resonance image. magnetic magnetic resonance image. MVC Motor vehicle crash. crash ആണ്. Okay, then NaCl Sodium chloride. sodium chloride. O2 എന്താ? Oxygen. OR എന്താ? OR Operation room. operating room. Then PED, Pediatrician. pediatrics. Okay. Then small letter PT, small letters PT എന്താ? Patient. Capital letters ആണെങ്കിലോ?
ഫിസിക്കൽ തെറാപ്പി. ഫിസിക്കൽ തെറാപ്പി. തെറാപ്പി. ഫിസിക്കൽ തെറാപ്പിയെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ RBC എന്താ? റെഡ് ബ്ലഡ് സെൽ. റെഡ് ബ്ലഡ് സെൽസ്. റെഡ് ബ്ലഡ് സെൽ. ദെൻ RN ആരാ? സെൽ. RN രജിസ്റ്റേർഡ് നഴ്സ്. രജിസ്റ്റേർഡ് നേഴ്സ് ആണ്. ഓക്കെ. SICU. SICU. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജിക്കൽ TB എന്താ? TB Tuberculosis. Okay. Then VS. VS. വൈറ്റൽ സയൻസ്. ഓക്കെ. അപ്പൊ ഈ രീതിയിലായിരിക്കും എക്സാമിന് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. എന്തെങ്കിലും അപ്പൊ ഇതോടുകൂടി എന്താണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ MCQ ഞാൻ അയച്ചിട്ടേക്കാം, നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം? ഇല്ല മാം. നെക്സ്റ്റ് ഏത് ചാപ്റ്റർ എടുക്കണം? സോ എന്താണ് ഈ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ളത് ഏതാ? ഫസ്റ്റ് മൊഡ്യൂളിലെ പേപ്പേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ലേ? ഫസ്റ്റ് പേപ്പറിലെ ചാപ്റ്റേഴ്സ്. ഓക്കെ. അപ്പൊ എന്താണ് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. MCQ അയക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. IP ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടില്ലല്ലോ. ഇല്ല, അത് എടുത്തിട്ടില്ല. വെന്റിലേറ്റർ എടുത്തിട്ടില്ലല്ലോ. ഇല്ല, വെന്റിലേറ്റർ എടുത്തിട്ടില്ല. പിന്നെ ഹോസ്പിറ്റൽ വാച്ച് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്. അത് നമ്മൾക്ക് 4ാമത്തെ മൊഡ്യൂളിലാടാ. ഇനി ആകെ ഫസ്റ്റ് മൊഡ്യൂളിൽ 2 എടുക്കാനുള്ളൂ. IP ഡിപ്പാർട്ട്മെന്റ് വെന്റിലേറ്റേഴ്സ്. നമ്മളുടെ മൊഡ്യൂൾസ് തന്നതിലൊന്ന് നോക്കിയാൽ മതി കേട്ടാ.